കുംഭമേള എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഇപ്പോൾ പെട്ടെന്ന് ഓടി വരുന്ന രണ്ട് കാര്യമുണ്ട്. ഒന്നാമത്തേത് കുംഭമേളയിൽ വൈറലായ മൊണാലിസ ബോസ്ലെ എന്ന പെൺകുട്ടി. അവളുടെ ജീവിതം അവൾ പോലും ചിന്തിച്ചു നോക്കാത്ത തലത്തിലാണ് മാറിയിരിക്കുന്നത്. അടിമുടി മാറി എന്ന് തന്നെ പറയാം. അടുത്ത കുംഭമേളയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് അവിടെ നിന്നും ഇപ്പോൾ പുതുതായി പുറത്തു വന്ന ഒരു റിപ്പോർട്ടാണ്. അവിടെ വരുന്ന ജനങ്ങൾ കുളിക്കുന്ന ആ വെള്ളം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ആ വെള്ളം കുടിക്കാൻ എന്നല്ല, കുളിക്കാൻ പോലും അനുയോജ്യമല്ലാത്ത വെള്ളം എന്നാണ് വാർത്തകൾ പുറത്തു വന്നത്, റിപ്പോർട്ട് പുറത്തു വന്നത്. കോടിക്കണക്കിന് ജനങ്ങളാണ്, ഏകദേശം 56 കോടി ജനങ്ങൾ ഇന്ന് വരെയും അവിടെ ചെന്ന് കുളിച്ചിട്ടുണ്ട്. എന്നാൽ അതേ സെൻട്രൽ ഗവൺമെന്റിലുള്ള സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറയുന്നത് ആ വെള്ളത്തിൽ കൂടുതൽ ബാക്ടീരിയയുണ്ട്. അങ്ങനെ അവിടെ എന്ത് ബാക്ടീരിയയാണ് ഉള്ളതെന്നും പറയുന്നുണ്ട്. മനുഷ്യ മാലിന്യവും മൃഗങ്ങളുടെ മാലിന്യവും അവിടെ അളവിൽ കൂടുതലുണ്ട്. അതും സാധാരണ പറഞ്ഞ അളവിൽ നിന്നും 20 മടങ്ങ് അധികമാണ്. ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതും ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടിനെ കുറിച്ചും ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി അറിയാം. വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാകുംഭമേള ഉത്തർപ്രദേശ് പ്രയാഗ് നഗറിൽ നടക്കുകയാണ്. ഈ കുംഭമേള ആരംഭിച്ച അന്ന് മുതൽ ഇന്ന് വരെയും മരണങ്ങൾ, അപകടം, തിരക്ക്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ മഹാകുംഭമേളയിൽ ചെന്ന് കുളിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി പലരും കരുതുന്നത്. കാരണം അതൊരു വലിയ ഇവന്റ് ആണ്. കൂടാതെ ലോകത്തിലധികം ജനങ്ങൾ ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് കൂടുന്നത് ഇതാണുള്ളതിൽ വെച്ച് തന്നെ ഒരു ബിഗ്ഗസ്റ്റ് ഇവന്റ്. ഇപ്പൊ ഇവിടെ കോടിക്കണക്കിന് ജനങ്ങൾ വന്നു പോകുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഉത്തർപ്രദേശ് ഗവൺമെന്റ് തുടക്കത്തിലേ പറഞ്ഞത് പ്രയാഗ്രാജിന് മുകളിലായി ഒരു എംപ്റ്റി സ്പേസ്, അവിടെ ഒരു വലിയ സിറ്റി തന്നെ ക്രിയേറ്റ് ചെയ്തു. ഒരു ദിവസം 1 കോടിയിലേറെ പേർ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചർ, ടെമ്പററി സ്റ്റേസ്, ടോയ്ലറ്റ്, പോലീസ് സ്റ്റേഷൻ എല്ലാം നിർമ്മിച്ചു. കോടിക്കണക്കിന് പണവും ചിലവഴിച്ചു. അങ്ങനെ അവിടെ ഒരുപാട് പേർ പോയി. നമ്മുടെ പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ്, ഒരുപാട് സെലിബ്രിറ്റീസ്, ഇവരെല്ലാം അവിടെ ചെന്ന് കുളിച്ചിട്ടുണ്ട്. അതിന്റെ വിഷ്വൽസും കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇത്രയും ദിവസം കഴിഞ്ഞു. ഇപ്പോൾ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അവിടെയുള്ള ആ വെള്ളം ടെസ്റ്റ് ചെയ്യുന്നു. ഈ ഒരു ടെസ്റ്റിന് അവസാനം അവർ പറഞ്ഞത് പ്രയാഗ്രാജിലെ ജലം കുളിക്കാൻ അനുയോജ്യമല്ല എന്ന് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് ഒരു അറിയിപ്പ് പുറത്തുവിട്ടു. ആ ഒരു റിപ്പോർട്ടിൽ അവർ പറയുന്നത് ഫീക്കൽ കൊളിഫോം എന്ന ബാക്ടീരിയ, അതായത് മനുഷ്യ മാലിന്യത്തിൽ നിന്നും വരുന്ന ഒരു ബാക്ടീരിയ ഈ വെള്ളത്തെ മലിനമാക്കിയിട്ടുണ്ട്. കുളിക്കാൻ പോലും യോഗ്യമല്ലാത്ത ഒരു വെള്ളമാണ് ഇതെന്ന് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു. അങ്ങനെ ഈ ഒരു റിപ്പോർട്ട് ഉത്തർപ്രദേശ് പാർലമെന്റ് അസംബ്ലിയിൽ സമർപ്പിക്കുന്നു. ആ സമയത്ത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞത്, ഇല്ല, ഈ വെള്ളം കുളിക്കാൻ മാത്രം അല്ല, കുടിക്കാനും യോഗ്യമായ വെള്ളമാണ്. പക്ഷേ ഇതൊരു മലിനമായ വെള്ളമാണെന്നുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടത് പ്രതിപക്ഷ പാർട്ടികളോ അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരോ അല്ല. അവരുടെ പാർട്ടിയുടെ അധികാരത്തിൽ തന്നെയുള്ള ഫെഡറൽ ഗവൺമെന്റിന്റെ ഒരു സംഘടന തന്നെയാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത്. എന്നാൽ ഇങ്ങനെ റിപ്പോർട്ട് അവർ തന്നെ നൽകിയതിനു ശേഷം പോലും യോഗി ആദിത്യനാഥ് അത് അംഗീകരിക്കുന്നേയില്ല. ഈ മലിനമായ വെള്ളത്തിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുതൽ പ്രസിഡന്റ്, പല സെലിബ്രിറ്റീസ് എല്ലാവരും സ്നാനം ചെയ്തത്. അപ്പോ ഇതാണോ പ്രശ്നം എന്ന് നോക്കിയാൽ ഇതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ കുംഭമേളയിൽ കുളിക്കുന്ന സാധാരണ സ്ത്രീകളുടെ എല്ലാം ചിത്രങ്ങളും വീഡിയോസും എടുത്ത് അത് പല വെബ്സൈറ്റിൽ വിൽപ്പനയ്ക്ക് കൊടുക്കുന്നുവെന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നു. ഈ വിവരം പുറത്തു വന്നതും ഇന്ത്യ ടുഡേയിൽ ഫാക്ട് ചെക്ക് ചെയ്ത് സത്യമാണ് എന്ന ഡേറ്റയും അവർ പ്രസിദ്ധീകരിച്ചു. കൂടാതെ ഈ ഒരു ഫോട്ടോസ്, വീഡിയോസ് എല്ലാം 2000 മുതൽ 3000 രൂപയ്ക്കാണ് വിൽക്കപ്പെടുന്നത്. ഇങ്ങനെ ചില വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. ഇതിനകം തന്നെ ഈ കുംഭമേളയിലെ കൂട്ടത്തിരക്കിൽ 31 പേർ മരിച്ചു എന്നുള്ള വാർത്ത നമ്മൾ അറിഞ്ഞു. സത്യത്തിൽ അവിടെ മരണസംഖ്യ വർദ്ധിക്കാനാണ് സാധ്യത എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഈ ഗവൺമെന്റ്, ഉത്തർപ്രദേശ് സംസ്ഥാന സർക്കാരും ഈ യഥാർത്ഥ മരണനിരക്ക് മറച്ചു വയ്ക്കുന്നു എന്നുള്ള കുറ്റാരോപണങ്ങൾ വരുന്നുണ്ട്. കൂടാതെ വടക്കൻ സംസ്ഥാനങ്ങളിൽ ഈ കുംഭമേളയിലേക്ക് പോകുന്ന എല്ലാ ട്രെയിനുകളിലും ഒരുപാട് അതിക്രമങ്ങൾ സംഭവിക്കുന്നുണ്ട്. ട്രെയിൻ തകർക്കുക, അവിടെയുള്ള ജനങ്ങളെ ആക്രമിക്കുക, റിസർവ് ചെയ്ത കമ്പാർട്ട്മെന്റിൽ പോലും റിസർവ് ചെയ്യാതെ ആളുകൾ കയറുക, അവിടെയുള്ള യാത്രക്കാരെ ആക്രമിക്കുക, ഇങ്ങനെ എത്ര പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. പ്രധാനമായും ഡൽഹിയിൽ 18 പേരാണ് ഈ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത്. അപ്പോൾ ഇതിനൊന്നും യാതൊരു ക്രമീകരണങ്ങളൊന്നും ശരിയായി ചെയ്യാത്തതാണ് കാരണമെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. എന്നാൽ യോഗി ആദിത്യനാഥ്, മോദി ഇവരൊക്കെ പറയുന്നത്
തങ്ങൾ കുംഭമേളയെ ആഘോഷമാക്കി നടത്തി. തങ്ങളെപ്പോലെ ഈ കുംഭമേളയെ ആരെ കൊണ്ടും ഇത്രത്തോളം ആഘോഷമാക്കി നടത്താൻ സാധിക്കില്ല. ഇങ്ങനെ വളരെ അഭിമാനത്തോടു കൂടിയാണ് സംസാരിച്ചത്. എന്നാൽ ഇതിൽ നിന്നും ഒരു പടി മുകളിൽ ചെന്ന് പല കോർപ്പറേറ്റ് മാധ്യമങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് കുംഭമേളയിൽ ഹൈടെക് ആയിട്ടുള്ള സുരക്ഷയാണ് നൽകിയിട്ടുള്ളത്. വെള്ളത്തിനടിയിൽ പോലും ഏകദേശം 100 അടിയോളം ഡ്രോൺ വെച്ചിട്ടുണ്ട്. കുംഭമേളയിൽ ആരെല്ലാമാണോ കുളിക്കുന്നത്, എത്ര കോടി പേർ വന്നാലും എല്ലാവരുടെയും മുഖവും ദൃശ്യമാകുന്ന രീതിയിൽ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. ഒരു പക്ഷേ ഇതൊക്കെ അവർ ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ആർക്കാണെന്ന് ചോദിച്ചാൽ ഈ VIP പാസിൽ വന്നവർക്ക് വേണ്ടി മാത്രമാണ്. അവർക്ക് മാത്രമാണ് ഇപ്പോൾ വരെയും യാതൊരു പ്രശ്നവും ഈ കുംഭമേളയിൽ സംഭവിക്കാത്തത്. എന്നാൽ സാധാരണ ജനങ്ങൾക്ക് 55 കോടിയിലധികം ജനങ്ങൾ അവിടെ കുളിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് പേർ ഈ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചു. തങ്ങളുടെ കുടുംബങ്ങളെ നഷ്ടപ്പെടുത്തി, അവരുടെ സ്വത്തുക്കൾ നഷ്ടപ്പെടുത്തി. അതുകൂടാതെ ഇപ്പോൾ ഈ ഒരു പ്രശ്നം, സ്ത്രീകളുടെ ചിത്രങ്ങളും വീഡിയോസും വിൽക്കുന്നു എന്നുള്ളൊരു പ്രശ്നം, ഇതിനെല്ലാം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തീർച്ചയായും ഉത്തരം നൽകിയേ മതിയാകും. ഈ കുംഭമേള തുടങ്ങുന്നതിന് മുൻപ് അല്ലെങ്കിൽ തുടങ്ങിയതിന് ശേഷം നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. കുംഭമേളയ്ക്ക് വേണ്ടി 2500 കോടിയാണ് ഫണ്ട് നീക്കി വെച്ചിരിക്കുന്നത് എന്ന്. പക്ഷെ ചിലവാക്കിയത് വെറും 1500 കോടി മാത്രമാണ്. അപ്പോൾ സർക്കാരിന് ഇതുവഴി ലഭിക്കുന്ന വരുമാനം ഏകദേശം 2 ലക്ഷം കോടിയോളം വരുമെന്നും പറയുന്നു. പക്ഷെ ഇപ്പോൾ ഇന്ത്യൻ വ്യാപാര സംവിധാനം പറയുന്നത് 2 ലക്ഷം കോടി വരുമാനം കഴിഞ്ഞു പോയിട്ടുണ്ട്. 26-ാം തീയതി ഈ കുംഭമേള അവസാനിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് 3 ലക്ഷം കോടി വരുമാനം വരാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും ഈ 3 ലക്ഷം കോടി കഴിയാനാണ് സാധ്യത എന്നും പറയുന്നു. അപ്പോൾ ഇതിലൂടെ തന്നെ ഇതൊരു വരുമാനത്തിന് വേണ്ടി മാത്രമാണ് ചെയ്തത് എന്നുള്ളതൊക്കെ വ്യക്തമാകുന്നുണ്ട്. ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഈ ഒരു റിപ്പോർട്ട് റിലീസായതും ഇന്ത്യ മുഴുവനും ഇതൊരു വലിയ ചർച്ചാ വിഷയമായി. ഒന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. ഏകദേശം 55-56 കോടി ജനങ്ങൾ കുടിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പോപ്പുലേഷൻ തന്നെ 150 കോടിയാണ്. അപ്പോൾ ഒന്ന് ചിന്തിക്കുക, 1/3 ഭാഗം ജനങ്ങൾ അവിടെ ചെന്ന് കുളിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള വെള്ളം ശരിയല്ല എന്നുണ്ടെങ്കിൽ അതുവഴി എന്തൊക്കെ പ്രശ്നം വരുമെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ അത് കാരണം എന്ത് ഫലമായിരിക്കും വരിക എന്ന് ചോദിച്ചാൽ റെസ്പിറേറ്ററി ഇഷ്യൂസ്. ആ വെള്ളത്തിനുള്ളിലെ ബാക്ടീരിയാസ് നമുക്കുള്ളിലേക്ക് ചെന്ന് റെസ്പിറേറ്ററി ഇഷ്യൂസ് വരുന്നുണ്ട്. സ്കിന്നിനും കണ്ണിനും ഒരുപാട് ഇൻഫെക്ഷൻസ് സംഭവിക്കും. ഇതിനകം ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വന്നു എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. കൂടാതെ ഇങ്ങനെ ഒരു മലിനമായ ജലം വയറിനുള്ളിൽ പോവുകയാണെങ്കിൽ വയറിനും പ്രശ്നം വരുമെന്നും പറയുന്നു. കൂടാതെ ലങ്സ് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ടെന്നും പറയുന്നു. സാധ്യതയെന്നല്ല, ഇതിനകം അവിടെ ഒരുപാട് പേർക്ക് ഇത് റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്ന ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഇത് വളരെ സെൻസിറ്റീവായ ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം വന്നതിന് ശേഷം അവിടെയുള്ള ഒപ്പോസിഷൻ ലീഡേഴ്സ് ചീഫ് മിനിസ്റ്ററെ കുറ്റം ആരോപിക്കാൻ തുടങ്ങി. ഇതൊന്നും ശരിയല്ല, ആ ജലം അത്രയേറെ മലിനമായ ഒരു ജലമായി എന്ന് അസംബ്ലിയിൽ സംസാരിച്ചു. പക്ഷെ ചീഫ് മിനിസ്റ്റർ ആ സമയത്ത് പറഞ്ഞത് അങ്ങനെയൊന്നും തന്നെയല്ല, അത് കുടിക്കാനും യോഗ്യമായ വെള്ളമാണ് എന്നാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ജലം ഇത്രയേറെ മലിനമാകാൻ എന്ത് കാരണമെന്നൊരു ചോദ്യം വരുന്നുണ്ട്. അൺട്രീറ്റഡ് സീവേജ് ഡിസ്ചാർജ് എന്നാണ് ഇതിന് കാരണം പറയുന്നത്. കാരണം അവിടെ ടെമ്പററി ഒരു സിറ്റി തന്നെ നിർമ്മിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിൽ. അവിടെ എല്ലാം റെസ്റ്റ് റൂം ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കുക, എല്ലാവരും റെസ്റ്റ് റൂം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, പുറത്ത് പോയി ആരും ഒന്നും ചെയ്യുന്നില്ല എന്ന് വിശ്വസിക്കാം. അപ്പോൾ ഒരു ദിവസം 1 കോടി ആളുകൾ അവിടെയുള്ള റെസ്റ്റ് റൂം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ വേസ്റ്റ് എല്ലാം അവർ എങ്ങനെയായിരിക്കും പ്രോസസ്സ് ചെയ്യുന്നത്? ഇവിടെ ആദ്യമായി വരുന്ന സംശയം, ഈ ഹ്യൂമൻ വേസ്റ്റ് എല്ലാം അൺട്രീറ്റഡ് ആയി സീവേജ് ഡിസ്ചാർജായി വെള്ളത്തിലേക്ക് തന്നെ ഇടുന്നുണ്ടോ എന്നാണ്. അങ്ങനെ വെള്ളത്തിൽ കലരുകയാണെങ്കിൽ തീർച്ചയായും ആ വെള്ളം മലിനമാകും. ഇതാണ് ആദ്യം വരുന്നൊരു സംശയം. രണ്ടാമത്തെ കാര്യം, ഇത്രയും കോടി ജനങ്ങൾ ആ വെള്ളത്തിൽ കുളിക്കുമ്പോൾ തീർച്ചയായും അവിടെ ബാക്ടീരിയയുടെ ലിമിറ്റ് അധികമാകും. ഇത് യഥാർത്ഥമായ ഒരു കാര്യം തന്നെയാണ്. ഒരേ സമയത്ത് 1 കോടി ആളുകൾ കുളിക്കുമ്പോൾ നമ്മുടെ വിയർപ്പും അതും നമ്മുടെ ഹ്യൂമൻ ബോഡി മുഴുവനായും വെള്ളത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായും സ്വാഭാവികമായും നമ്മളിൽ നിന്നും ഒരുപാട് ബാക്ടീരിയ പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ വെള്ളത്തിൽ വീണ്ടും വീണ്ടും ജനങ്ങൾ വന്ന് കുളിക്കുമ്പോൾ അത് സ്കിന്നിൽ കൊണ്ട് ഒരുപാട് പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിനെല്ലാം അപ്പുറം ഈ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ പറയുന്നത്, ഉത്തർപ്രദേശ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഈ കുംഭമേളയിൽ ശരിയായ ഒരു സിസ്റ്റം തന്നെ ഫോളോ ചെയ്തിട്ടില്ല. ഇത്രയേറെ പേർ വന്നു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അവർക്കായിട്ടുള്ള ശരിയായ സിസ്റ്റം അവിടെ ഫോളോ ചെയ്യണം. 50 കോടിയിലേറെ പേർ കുളിച്ചു എന്നുണ്ടെങ്കിൽ അപ്പോൾ അവരുടെ എല്ലാം ആരോഗ്യം സംബന്ധിക്കുന്ന കാര്യമല്ല ഇത്. ഇന്ത്യയിൽ 3-ൽ 1 സുഖമില്ലാതായാൽ എന്തായിരിക്കും സംഭവിക്കുക?
അപ്പോൾ ഇതിന് വലിയൊരു ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ സമയത്ത് മിനിസ്റ്റർ പറഞ്ഞത് ഇതൊരു പ്രൊപ്പഗണ്ടയാണ്. അവിടെ വന്ന 56 കോടി ജനങ്ങളുടെ വിശ്വാസത്തെയാണ് നിങ്ങളെല്ലാം ചോദ്യം ചെയ്യുന്നത്. ഇതറിഞ്ഞുകൊണ്ട് ആരൊക്കെയോ പുറത്തുവിടുന്ന ആരോപണങ്ങളാണ്, പ്രൊപ്പഗണ്ടയാണ്. ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ സാധാരണ ജനങ്ങളുടെ ദൈവവിശ്വാസത്തെ മുതലെടുത്ത് ദശലക്ഷക്കണക്കിന് ഡോളർ വരുമാനം നേടുകയും അതേസമയം ആ ജനങ്ങൾക്ക് യാതൊരു അടിസ്ഥാന സൗകര്യം പോലും ചെയ്യാതിരിക്കുന്നത് തീർച്ചയായും ലജ്ജാകരമാണ്. ഇന്ത്യയിലെ ഏറ്റവും മോശമായ ഉദാഹരണമായി ഈ ഒരു മഹാകുംഭമേള മാറിയിട്ടുണ്ട്. ദൈവങ്ങളെ വെച്ച് രാഷ്ട്രീയം മാത്രം ചെയ്യാൻ അറിയാവുന്ന ഇവരിൽ നിന്ന് മറ്റെന്താണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക? ഇത് ഈ മഹാകുംഭമേളയിലെ ജലം സംബന്ധിക്കുന്ന കാര്യമാണ്. അടുത്തത് ഈ കുംഭമേളയിൽ വൈറലായ മോണലിസ ബോസ്ലെ എന്ന പെൺകുട്ടിയെ കുറിച്ചാണ്. ഈ സംഭവത്തിന് ശേഷം അവളെ കുറിച്ച് ഒരുപാട് റൂമേഴ്സ് വരാൻ തുടങ്ങി. അവളുടെ അക്കൗണ്ട് വൈറലാകാൻ തുടങ്ങി. അങ്ങനെ 10 കോടിയോളം 10 ദിവസത്തിൽ സമ്പാദിച്ചു എന്നുള്ള പല വാർത്തകൾ പുറത്തു വന്നു. പക്ഷേ അവൾ തന്നെ പിന്നീട് അതിനെക്കുറിച്ച് വിശദീകരിച്ചു, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്. പക്ഷെ അതിനുശേഷം അവളുടെ ജീവിതം കീഴ്മേൽ മറിഞ്ഞു. അവൾക്ക് ഒരു സിനിമ ഓഫർ വന്നു. അത് എത്രയും പെട്ടെന്ന് തന്നെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അടുത്തത് ആ പെൺകുട്ടി കേരളത്തിൽ കാലുകുത്തിയെന്നതാണ്. ബോബി ചെമ്മണ്ണൂരിന്റെ പുതിയ ജ്വല്ലറി ഉദ്ഘാടനത്തിനായി മോണലിസ ബോസ്ലെ കൊണ്ടുവരികയും കേരളത്തിൽ അവൾക്കൊരു വലിയ ഫാൻ ബേസ് തന്നെ കാണിച്ചു കൊടുത്തു. ഇതിൽ വളരെ മനോഹരമായി തോന്നുന്ന ഒരു കാര്യം, ആ പെൺകുട്ടിയുടെ ജീവിതത്തിലെ തന്നെ ആദ്യത്തെ ഫ്ലൈറ്റ് ഇതാണ്. അവിടെ നിന്ന് കേരളത്തിലേക്ക് വന്നതും കേരളത്തിൽ നിന്ന് തിരികെ പോയതും. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്റർനെറ്റ് തെറ്റായി ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ആപത്തും അപകടങ്ങളും മാത്രമേ സംഭവിക്കുകയുള്ളൂ. അതേസമയം അതേ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ അത് നല്ല കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അതിന് ഈ ഒരു സംഭവം തന്നെ നല്ലൊരു ഉദാഹരണമാണ്. അങ്ങനെ ഒരു പെൺകുട്ടിയുടെ ജീവിതം ഒരു നല്ല നിലയിലേക്ക് മാറിയെന്നുള്ളത് സന്തോഷം നിറഞ്ഞൊരു കാര്യം തന്നെയാണ്. ഈ കുംഭമേളയിൽ സംഭവിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല കാര്യമായി എനിക്ക് തോന്നുന്നത് ഈ ഒരു കാര്യം മാത്രമാണ്. ഇനി ഉത്തർപ്രദേശ് ചീഫ് മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഈ ഒരു ജലം മലിനമാക്കപ്പെട്ടത്, അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ വരുന്നത്, ഇതെല്ലാം വെറും ഒരു പ്രൊപ്പഗണ്ടയാണോ? ആ വെള്ളം കുടിക്കാൻ അനുയോജ്യമായ വെള്ളമാണോ? അല്ലെങ്കിൽ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറഞ്ഞതുപോലെ ആ വെള്ളം അത്രത്തോളം മലിനമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസാണ് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. kidsbestie.com. നിങ്ങളിൽ ചിലർക്കെങ്കിലും നമ്മുടെ വെബ്സൈറ്റിനെ കുറിച്ച് അറിയാമായിരിക്കും. നമ്മുടെ സ്വന്തം ടീമിന്റെ വെബ്സൈറ്റ് ആണ്. അതും കുട്ടികൾക്ക് വേണ്ടി മാത്രം പ്രത്യേകം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റ്. കുട്ടികളുടെ ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ബ്രെയിൻ ഡെവലപ്മെന്റിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ ഒരു കിഡ്സ് ബെസ്റ്റിയിൽ എഡ്യൂക്കേഷണൽ ടോയ്സിന്റെ ഒരു സമഗ്രമായ കളക്ഷൻ തന്നെയുണ്ട്. ഇന്ററാക്റ്റീവ് പസിൽസ് മുതൽ ആകർഷകമായ വുഡൻ ടോയ്സ് വരെ ഓരോ ഇനവും പഠനങ്ങൾ എളുപ്പമാക്കാനും അർത്ഥപൂർണമാക്കാനും പ്രത്യേകം ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. നിങ്ങളുടെ കുട്ടിയുടെ വളർച്ചയെയും പര്യവേഷണത്തെയും പിന്തുണയ്ക്കുന്നതിന് അനുയോജ്യമായ എഡ്യൂക്കേഷണൽ ടോയ്സ് നിങ്ങൾക്ക് തന്നെ ഇതിൽ നിന്നും തിരഞ്ഞെടുക്കാം. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള സൈറ്റുകളിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ വളരെ തുച്ഛമായ വിലയിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഷോപ്പ് ചെയ്യാൻ സാധിക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ബാഗാണ്. 3 വയസ്സ് മുതൽ അല്ലെങ്കിൽ LKG, UKG വരെ പഠിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ ബാഗ് തീർച്ചയായും ഉപകാരപ്രദമായിരിക്കും. വളരെ വേർത്തായ ഒരു പ്രോഡക്റ്റ് ആണ്. ഈ 299 രൂപയുടെ ബാഗ് തീർച്ചയായും ഒരു വേർത്ത് തന്നെയാണ്. നമ്മുടെ കിഡ്സ് ബെസ്റ്റിയിൽ അവൈലബിൾ ആണ്. കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇപ്പൊ തന്നെ ഷോപ്പ് ചെയ്യാം. ഇതുപോലെ കുറെ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് സൈറ്റ് പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും. അതും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കോംബോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വരും ദിവസങ്ങളിൽ അറിയിക്കാം. കൂടാതെ ഈ സൈറ്റിൽ നിന്നും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ത് വാങ്ങിയാലും എക്സ്ട്രാ ഒരു 10% ഡിസ്കൗണ്ടും ലഭിക്കും. വിക്കിയോക്സ് 10 എന്ന ഡിസ്കൗണ്ട് കോഡ് യൂസ് ചെയ്താൽ മാത്രം മതി. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ ചെക്ക് ചെയ്യുക. കീപ് ഷോപ്പിംഗ്.